നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിൽ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു യുവതിയുടെ കണ്ണ് നിറയിക്കുന്ന കുറിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. കുറിപ്പ് ഇങ്ങനെ: ആശുപത്രി ICUവിലെ മരവിപ്പിക്കുന്ന തണുപ്പിലല്ല അന്ന് ഞാൻ വിറച്ചുപോയത്. മറിച്ച് ആ ICU കിടക്കയിൽ കിടന്ന ചേച്ചി എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ച ആ ചോദ്യത്തിന് മുന്നിലായിരുന്നു. രുചി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോൾ എന്ത് ചെയ്യുമെടാ? ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചുപോയതുപോലെ തോന്നി. അവളുടെ ചങ്ക് പിടയ്ക്കുന്നത് എൻ്റെ കൈകളിലൂടെ എനിക്ക് തൊട്ടറിയാമായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച കരൾ തകരാറിലായി മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും അവൾ ഭയന്നത് മരണത്തെയായിരുന്നില്ല, മറിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചോർത്തായിരുന്നു. അവളുടെ കണ്ണുകളിൽ മരണഭയത്തേക്കാൾ ഒരമ്മയുടെ അതിശക്തമായ നിസ്സഹായതയായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ചേർത്തുപിടിക്കാൻ കഴിയാതെ പോകുമോ എന്ന നോവ് ആ കണ്ണുകളിൽ ബാക്കിയായിരുന്നു. എൻ്റെ ചേച്ചിക്ക് വേണ്ടി, എൻ്റെ തൃഷികമോൾക്ക് അവളുടെ അമ്മയെ തിരികെ കിട്ടാൻ വേണ്ടി എൻ്റെ കരളിൻ്റെ 65% ഞാൻ ചേച്ചിക്ക് നൽകാൻ തീരുമാനിച്ചു. ആ നിമിഷം എൻ്റെ ജീവൻ നൽകേണ്ടി വന്നാൽ പോലും ഞാൻ മടിക്കില്ലായിരുന്നു. അത്രമേൽ ആ കുഞ്ഞിനെ അവൾ സ്നേഹിച്ചിരുന്നു. ഒരമ്മയില്ലാത്ത ലോകത്ത് ആ പൈതൽ വളരുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദനയോടെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നെ തേടിയെത്തിയത് ചേച്ചിയുടെ വേർപാടിൻ്റെ വാർത്തയായിരുന്നു. കരൾ മാറ്റിവെച്ചിട്ടും വിധി അവളെ ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്തു. എൻ്റെ ലോകം അവിടെ അവസാനിച്ചതുപോലെ തോന്നി. പക്ഷേ തൊട്ടപ്പുറത്ത് ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിക്കുന്ന ആ കുഞ്ഞ്, അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തളർന്നു വീഴാൻ തോന്നിയില്ല. ചേച്ചി അവസാനമായി ചോദിച്ച ആ ചോദ്യം എൻ്റെ കാതുകളിൽ അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ മോൾ എന്തു ചെയ്യും? ആ നിമിഷം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഞാൻ ചേച്ചിക്ക് ഒരു വാക്ക് കൊടുത്തു. ഇവൾക്ക് ഇനി ഞാൻ അമ്മയാകും. പ്രസവിച്ചിട്ടില്ലായിരിക്കാം, മുലയൂട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷേ അമ്മ എന്ന വാക്കിൻ്റെ പൂർണ്ണതയിൽ അവൾ ഇനി എൻ്റെ തണലിൽ വളരും. ആ ഒരു വാക്കിനു വേണ്ടി എൻ്റെ കരിയറും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ യാത്രകളും എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞങ്ങളുടേത് മാത്രമായ ഒരു കൊച്ചു ലോകത്തേക്ക് ഞാൻ ചുരുങ്ങി. മറ്റുള്ളവർക്ക് ഇതൊരു വലിയ ത്യാഗമായൊക്കെ തോന്നിയേക്കാം, പക്ഷേ എനിക്കിത് എൻ്റെ ചേച്ചിയോടുള്ള കടപ്പാടാണ്. ഇന്ന് തൃഷിക എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അവളുടെ ഓരോ ചിരിയിലും ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചിയെയാണ്. രാത്രികളിൽ എൻ്റെ വയറ്റിലെ ആ ശസ്ത്രക്രിയയുടെ പാടുകളിൽ തൊട്ട് അവൾ ഉറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയെ ഓർക്കും. അവൾക്ക് നൽകിയ വാക്കിനെക്കുറിച്ച് ഓർക്കും. എൻ്റെ ചേച്ചി കണ്ണടച്ച ആ രാത്രി പ്രസവിക്കാതെ തന്നെ ഞാനൊരമ്മയായി മാറുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു രുചി സാഹു എന്ന യുവതി ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച കുറിപ്പ്. സഹോദര സ്നേഹത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും വലിയൊരു സാക്ഷ്യപത്രമാണ് രുചിയുടെ ഈ ജീവിതം. പ്രസവം കൊണ്ട് മാത്രമല്ല, സ്നേഹം കൊണ്ടും ഒരാൾക്ക് അമ്മയാകാമെന്ന് രുചി തെളിയിക്കുന്നു.